നമസ്കാരം. സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അറബി മലയാളമാണ്, അല്ലെങ്കിൽ മാപ്പിള മലയാളം എന്നൊക്കെ പറയാം. മാപ്പിളപ്പാട്ട് സാഹിത്യം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിലെ ഭാഷയാണ് അറബി മലയാളം, അല്ലെ? നെറ്റ് സിലബസിൽ ഈ ഒരു മാപ്പിളപ്പാട്ട് ശാഖയിൽ നിന്നും അല്ലെങ്കിൽ അറബി മലയാള സാഹിത്യത്തിൽ നിന്നും ചോദ്യങ്ങൾ സാധാരണയായി വരാറുണ്ട്. ഒന്നിലധികം തവണ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വന്നിട്ടുമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള അറബി മലയാള പദ്യകൃതി ഏതാണ് എന്ന രീതിയിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? ഖാസി മുഹമ്മദിന്റെ മുഹ്യുദ്ദീൻ മാലയാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില കൃതികളെ നമുക്കൊന്ന് കാണണം. അറബി മലയാള സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. കൂടാതെ മാപ്പിളപ്പാട്ടിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് വിഭാഗങ്ങളാക്കാം, എങ്ങനെയെല്ലാം തരംതിരിക്കാം എന്നുകൂടി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നേരെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറബി മലയാള ഭാഷയിൽ എഴുതപ്പെടുന്ന ഗാനശാഖയാണ്, അല്ലെ? കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഇണങ്ങിച്ചേർന്ന പ്രബല സമുദായമാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്ന മുസ്ലിം ജനസമൂഹം. ഏതാണ്ട് 14-ാം നൂറ്റാണ്ടു കാലം മുതലുള്ള ജീവിത പാരമ്പര്യമാണ് അവർക്കുള്ളത്. മലബാറിലെ മുസ്ലിമിനെയും തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെയും ഒക്കെ മാപ്പിള എന്ന് വിളിച്ചിരുന്നു, അല്ലെ? മലബാറിലെ മാപ്പിളമാർക്ക് കേരളത്തിലെ ഇതര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മാപ്പിളമാരിൽ നിന്ന് അവരുടെ ജീവിത രീതിയിലും ഭാഷയിലും സംസ്കാരത്തിലും കലാരൂപങ്ങളിലും ഒക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് മാപ്പിള മലയാളം അല്ലെങ്കിൽ അറബി മലയാള സാഹിത്യം എന്ന ഇങ്ങനെ ഒരു പ്രത്യേക ഭാഷയുടെ ആവിർഭാവം. ഈ ഒരു ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഇതൊരു മിശ്രിതമാണ്, അല്ലെ? അറബി ഭാഷയുടെയും മലയാളത്തിന്റെയും ഒരു മിശ്രിതമാണ് ഈ ഒരു ഭാഷാ സാഹിത്യം. അപ്പൊ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ മാപ്പിള മലയാളത്തിന് അല്ലെങ്കിൽ അറബി മലയാള ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും മാപ്പിള പാട്ടുകൾ നമ്മൾ അത്രയും അധികമായി ആസ്വദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ അതുപോലെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഇപ്പോഴും മാപ്പിള പാട്ട് എന്നത് ഒരു ഇനം തന്നെയാണ്, അല്ലെ? ഒരു മത്സര ഇനം തന്നെയാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടുകൾ, പഴയ മാപ്പിളപ്പാട്ടുകൾ ആയിക്കൊള്ളട്ടെ ഇപ്പോഴത്തേതായിക്കൊള്ളട്ടെ, ഏത് തരം മാപ്പിളപ്പാട്ടുകളാണെങ്കിലും ഇന്ന് കേൾക്കുമ്പോഴും നമ്മൾ വളരെയധികം ആസ്വദിക്കുന്നത് അതിന്റെ ഒരു ഭാഷാ ശൈലി കൊണ്ട് തന്നെയാണ്. അതിന്റെ താളം, അതുപോലെ ഭാഷാ ശൈലി തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇന്നും മാപ്പിളപ്പാട്ടുകളെ നാം നെഞ്ചോട് ചേർക്കുന്നത്. മലയാളം, അറബി, പേർഷ്യൻ, ഉറുദു, ഹിന്ദി, തമിഴ്, കന്നഡ, സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ കൂടിച്ചേർന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം എങ്കിലും ഇതിന് തനതായ ഒരു വ്യക്തിത്വമുണ്ട്. ഏതാണ്ട് 400 കൊല്ലത്തോളം പഴക്കമുള്ള കൃതികൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. 12-ാം നൂറ്റാണ്ടിന് മുൻപ് അറബി മലയാള കൃതികൾ ഉണ്ടായിരുന്നതായി അനുമാനിക്കാമെന്ന് ചില മാപ്പിളപ്പാട്ട് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ഇനി ഈ മാപ്പിളപ്പാട്ടിന്റെ ചില സവിശേഷതകളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായും ഗാനപ്രധാനമാണ് മാപ്പിളപ്പാട്ടുകൾ. അപ്പോൾ മാപ്പിളപ്പാട്ടിനെ നമ്മൾ പ്രധാനമായും എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്? അറബി മലയാളം കൂടുതലും മാപ്പിളപ്പാട്ടുകളിലാണ് വന്നിട്ടുള്ളത്. മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് ഇങ്ങനെ ഒരു അറബി മലയാള സാഹിത്യം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ഭാഷ കൊണ്ടാണ് മാപ്പിളപ്പാട്ടുകളൊക്കെ എഴുതുന്നത് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ട് എന്ന് തന്നെ എടുത്തു പറയുന്നത്. ഗാനപ്രധാനമാണ് മാപ്പിളപ്പാട്ടുകൾ, ഹൃദയത്തിന് വഴങ്ങുന്നവയുമാണ്. ഇതിൽ ശബ്ദാലങ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, താളം. മാപ്പിളപ്പാട്ടിന്റെ ഒരു താളമുണ്ട്, വളരെ എന്താണ് പതിഞ്ഞ താളത്തിലുള്ള മാപ്പിളപ്പാട്ടുകളുണ്ട്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് കേൾക്കാൻ ഇമ്പം ഉള്ളത് അല്ലെങ്കിൽ ഇമ്പം ഉണ്ടാവുക
എന്താണ് കുറച്ച് താളം കൂടിയ അല്ലെങ്കിൽ സ്പീഡ് കൂടിയ വേഗതയിലുള്ള മാപ്പിളപ്പാട്ടുകളെയാണ് അല്ലെ. മാത്രമല്ല ശബ്ദാലങ്കാരങ്ങൾക്ക്, ഭാഷാ ശൈലിയെ കുറിച്ച് പറഞ്ഞു, ശബ്ദാലങ്കാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മാപ്പിളപ്പാട്ടിൽ. ഒരു ജനസമൂഹത്തിന്റെ ചരിത്രവും സാംസ്കാരിക നേട്ടവും പ്രതീക്ഷാ നിർഭരമായ ജീവിതവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം മാപ്പിളപ്പാട്ടുകളിൽ പ്രമേയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. സംഗീതത്തിനും ശ്രുതിക്കും താളത്തിനും പ്രാസത്തിനും ലാളിത്യത്തിനും എല്ലാം മാപ്പിളപ്പാട്ടിൽ വളരെയധികം പ്രസക്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ ഓരോരുത്തരും മാപ്പിളപ്പാട്ടിനെ അത്രയും അധികം ആസ്വദിക്കുന്നത്. ഇനി മറ്റൊരു രീതി, മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിക്ക് പറയുന്ന പേര് ഇശൽ എന്നാണ്. നമ്മൾ സാധാരണയായി പഴയകാല കവിതകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, കാവ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വൃത്തം ഉപയോഗിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം, ഒരു താളം അല്ലെ. അപ്പോ ഇത്തരത്തിൽ മാപ്പിളപ്പാട്ടുകൾക്കും ഒരു ചിട്ടയായ വൃത്തരീതിയുണ്ട്. പക്ഷെ അവയ്ക്ക് നമ്മൾ വൃത്തം എന്നല്ല പറയാ, മറിച്ച് ഇശൽ എന്നാണ് പറയാ. താളപ്രധാനമായ മാത്രാവൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാപ്പിളപ്പാട്ടുകൾ രചിക്കുന്നത്. ഇനി മാപ്പിളപ്പാട്ടുകളുടെ ചില വിഭാഗങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, കെസ്സുപാട്ടുകൾ, ഇസപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ, സർക്കീട്ട് പാട്ടുകൾ എന്നിങ്ങനെ മാപ്പിളപ്പാട്ടിന് പല ഉപവിഭാഗങ്ങളുണ്ട്. ഇവയെ ഓരോന്നും എന്തിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം അല്ലെ. ആദ്യമായി കിസ്സപ്പാട്ട് എടുത്താൽ, കിസ്സപ്പാട്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ചരിത്ര കഥകളാണ് കിസ്സപ്പാട്ടുകളിൽ ഉൾപ്പെടുന്നത്. അല്ലെങ്കിൽ കിസ്സപ്പാട്ടുകളുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ചരിത്ര കഥകളാണ്. മാലപ്പാട്ടുകളിലേക്ക് വന്നാൽ വിശുദ്ധന്മാരെയും മത ആചാര്യന്മാരെയും പ്രകീർത്തിക്കുന്നവയാണ്, അല്ലെങ്കിൽ അവരുടെ അവദാനങ്ങൾ കീർത്തിക്കുന്നവയാണ് മാലപ്പാട്ടുകൾ. എന്താണ് പടപ്പാട്ട്? പടപ്പാട്ട് എന്ന് നമ്മൾ പലപ്പോഴും തന്നെ കേട്ടിട്ടുണ്ടാകും. ബദർ പടപ്പാട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പടപ്പാട്ട് അല്ലെങ്കിൽ പടപ്പാട്ടുകളുടെ പ്രത്യേകത വീരരസ പ്രധാനമാണ്. അതായത് യുദ്ധങ്ങളും വീരാപദാനങ്ങളും ഒക്കെയാണ് ഈ പടപ്പാട്ടുകളിൽ വർണ്ണിക്കുന്നത്. യുദ്ധവർണ്ണനകളായിരിക്കാം, അതുപോലെ ഉള്ള വീരരസ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പടപ്പാട്ടിൽ വർണ്ണിക്കുക. അടുത്തത് കെസ്സുപാട്ടാണ്. കെസ്സുപാട്ടിന്റെ പ്രത്യേകത അത് പ്രേമഗാനങ്ങളാണ്. നായികാനായകന്മാർ തമ്മിലുള്ള, നായികയും നായകനും തമ്മിലുള്ള പ്രേമം, പ്രണയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കെസ്സുപാട്ടിൽ ഉൾപ്പെടുന്നു. ശൃംഗാര പ്രധാനമായ പ്രേമഗാനങ്ങളാണ് കെസ്സുപാട്ടുകൾ. അടുത്തത് കത്തുപാട്ടാണ്. കത്തുപാട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കത്തിന്റെ രൂപമാണ് അല്ലേ വരിക. അത് തന്നെയാണ്, അതായത് ഗാനരൂപത്തിലുള്ള കത്തുകളാണ് ഈ കത്തുപാട്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരാൾ മറ്റൊരാൾക്ക് കത്തിന്റെ രൂപത്തിൽ അയക്കുന്ന സന്ദേശമാണിത്. അപ്പൊ കത്തിന്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കത്തിന്റെ രൂപമായിരിക്കും ഈ ഇത്തരം കത്തുപാട്ടുകളുടെ ഒരു ഘടന എന്ന് പറയാം, ഗാനരൂപത്തിലുള്ള കത്തുകൾ. അടുത്തതായി സർക്കീട്ട് പാട്ടിനെയാണ് കാണുക. സർക്കീട്ട് പാട്ട്, സർക്കീട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ സർക്കീട്ട് പോയി, അവൻ സർക്കീട്ടിന് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവള് എല്ലാ ദിവസവും സർക്കീട്ടാണ്, അവൻ എല്ലാ ദിവസവും സർക്കീട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യാത്ര. സർക്കീട്ട് എന്നാൽ യാത്ര എന്നാണ്, ജേണി എന്നാണ് അർത്ഥം. അപ്പൊ യാത്ര പോയതും അപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളും ഒക്കെ വിവരിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ് സർക്കീട്ട് പാട്ടുകൾ. ഓർത്തു വെക്കുക. മറ്റൊന്ന് കല്യാണ പാട്ടുകളാണ്. അത് വിവാഹ അവസരത്തിൽ പാടുന്നവയാണ്. നമ്മുടെ ഒപ്പന പാട്ടുകളൊക്കെ കല്യാണ പാട്ടിൽ ഉൾപ്പെടുന്നവയാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തില് അവരുടെ വിവാഹ അവസരങ്ങളിലൊക്കെ തലേ ദിവസങ്ങളിലും ഒക്കെ ഒപ്പന കാണാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒപ്പന പാട്ടുകൾ ഈ പറയുന്ന കല്യാണ പാട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കൃതികളെ കൂടി നമുക്ക് കാണാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ച മുഹ്യുദ്ദീൻ മാല കണ്ടുകിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള മാപ്പിളപ്പാട്ട് കൃതിയാണ്, അല്ലെങ്കിൽ അറബി മലയാള പദ്യകൃതിയാണ് 1607 ഖാസി മുഹമ്മദ് രചിച്ച മുഹ്യുദ്ദീൻ മാല. അദ്ദേഹം പ്രസിദ്ധ
മതപണ്ഡിതനും കോഴിക്കോട്ടെ ഖാസിയുമായിരുന്നു. മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന പുണ്യപുരുഷന്റെ അവദാനങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാവ്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കൊല്ലം 782 ഞാൻ കോത്തേൻ ഈ മാലയനെ 155 മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ മുഹ്യിദ്ദീൻ മാലനെ ഞാൻ ലോകരെ. ഇങ്ങനെയാണ് മുഹ്യിദ്ദീൻ മാല ആരംഭിക്കുന്നത് തന്നെ. ഇനി മുഹ്യിദ്ദീൻ മാല എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കാം? മാലപ്പാട്ട് വിഭാഗത്തിലാണ് ഇത് പെടുക. മാലപ്പാട്ടിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധരുടെയും മതാചാര്യരുടെയും ഒക്കെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ്. അപ്പൊ മുഹ്യിദ്ദീൻ മാല എന്നതുകൊണ്ട് ഇത് മാലപ്പാട്ട് വിഭാഗത്തിൽ പെടുന്ന ഒരു പദ്യകൃതിയാണെന്ന് മനസ്സിലാക്കാം. ബദർ മാല, മമ്പുറം മാല, മഞ്ഞക്കുളം മാല, മലപ്പുറം മാല, റിഫായി മാല, മഹ്മൂദ് മാല തുടങ്ങിയവയെല്ലാം മാലപ്പാട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ്. മറ്റൊരു എഴുത്തുകാരൻ മാപ്പിള സാഹിത്യത്തിലെ ആദ്യകാല കൃതികളിലൊക്കെ അല്ലെങ്കിൽ ആദ്യകാല പ്രമുഖനാണ് കുഞ്ഞായി മുസല്യാർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കപ്പപ്പാട്ട് എന്ന് പറയാം. കപ്പപ്പാട്ട് അത് 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയപ്പെടുന്നു. മനുഷ്യ ശരീരത്തെ ജീവിത സാഗരത്തിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലായി നിരൂപണം ചെയ്തെഴുതിയ ഭാവസുന്ദരമായ ഒരു കാവ്യമാണ് കപ്പപ്പാട്ട്, കുഞ്ഞായി മുസല്യാരുടെ കപ്പപ്പാട്ട്. അപ്പോൾ ഈ പറയുന്ന കൃതികളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ കണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നെറ്റ് പരീക്ഷയിൽ. മുൻവർഷ ചോദ്യപേപ്പറുകളിൽ ചേരുംപടി ചേർക്കൽ എന്ന രീതിയിൽ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നബി തിരുമേനിയുടെ ചരിത്രവും അനിതര സാധാരണമായ സംഭവങ്ങളും വിവരിക്കുന്ന കുഞ്ഞായി മുസല്യാരുടെ തന്നെ ദാർശനിക ഖണ്ഡകാവ്യമാണ് നൂൽ മദ്ഹൂം. 1730 രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. നൂൽ മദ്ഹൂം എന്നാണ് ആ ഒരു കൃതിയുടെ പേര്. ഈ കൃതി രചിച്ചതും ആരാണ്? കുഞ്ഞായി മുസല്യാർ തന്നെയാണ്. മറ്റൊരു കൃതി സഫലമാലയാണ്. ഷുജായി മൊയ്തു മുസല്യാരുടെ കൃതിയാണ് സഫലമാല. സഖൂം പടപ്പാട്ട് എന്ന കൃതി ഉമർ ആലിം ലബ്ബയുടേതാണ്. മറ്റൊരു പ്രധാന എഴുത്തുകാരൻ മോയിൻകുട്ടി വൈദ്യരാണ്. അദ്ദേഹത്തിന്റെ മിക്ക മാപ്പിള പാട്ടുകളും നമ്മൾ ഇന്നും കേൾക്കുന്നവയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കൃതി. അതൊരു പ്രേമകാവ്യമാണ് അല്ലെ. അക്ഷരവൃത്തങ്ങൾ ആവിഷ്കരിച്ച് പൂർണ്ണ വ്യവസ്ഥയോടുകൂടി ആദ്യമായി രചന നടത്തിയ ഒരു എഴുത്തുകാരൻ, മാപ്പിളപ്പാട്ട് കവി മോയിൻകുട്ടി വൈദ്യരാണ്. മാപ്പിള കവികളുടെ കുലഗുരു എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ പ്രേമിയായിരുന്നു. ബദർ യുദ്ധം ആസ്പദമാക്കി അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് ബദർ പടപ്പാട്ട്. ഉഹദ് യുദ്ധം ആസ്പദമാക്കി അദ്ദേഹം രചിച്ചതാണ് ഉഹദ് പടപ്പാട്ട്. മലപ്പുറം സമരത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ കൃതി മലപ്പുറം പടപ്പാട്ട്. പിന്നെ സലീഖത്ത് പടപ്പാട്ട്, എലിപ്പട, ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ എന്നിങ്ങനെയുള്ള കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു 15 മിനിറ്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ് അറബി മലയാളം എന്നും അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എന്നും അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ഭാഷ എന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മാപ്പിളപ്പാട്ടുകളെ എത്ര രീതിയിൽ നമുക്ക് തരംതിരിക്കാമെന്നും അവയുടെ എല്ലാം സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് അല്ലെ. കൂടാതെ വളരെ പ്രധാനമായിട്ട് പഴയകാല ചില കൃതികളെ നമ്മൾ കണ്ടു, കവികളെ കണ്ടു. അപ്പൊ ഇവരുടെ എല്ലാം കൃതികൾ, അതുപോലെ ഗ്രന്ഥകർത്താക്കൾ, ഈ കാവ്യങ്ങൾ പദ്യങ്ങൾ എഴുതിയവർ ആരൊക്കെ എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. മേൽ സൂചിപ്പിച്ചതുപോലെ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചേരുംപടി ചേർക്കൽ എന്ന രീതിയിൽ ഇവയെല്ലാം ചോദിച്ചു കാണാറുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മുഹ്യിദ്ദീൻ മാല രചിച്ചതാര് എന്ന രീതിയിലുള്ള ചോദ്യവും കണ്ടിട്ടുണ്ട്. ആ രീതിയിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഈ മാപ്പിളപ്പാട്ട് എന്ന ഭാഗം അല്ലെങ്കിൽ അറബി മലയാളം എന്ന ഭാഗം കൃത്യമായി ഓർത്തിരിക്കുക, പഠിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം.